കഴിഞ്ഞു. മൂന്നാമത്തെ റൗണ്ട് കഴിഞ്ഞു. ഇനിയുണ്ടോ? റൗണ്ട് 4 പവർ ഓഫ് 2. 2 നേട്ടം. ഈ റൗണ്ട് ഒരു എലിമിനേഷൻ റൗണ്ടാണ്. എലിമിനേഷൻ റൗണ്ടാണ്. ഈ റൗണ്ടിൽ ഒരു ടീമേ മുമ്പോട്ട് പോകുള്ളൂ. ചിലപ്പോ രണ്ട് ടീമും ഒരുപോലെ ഔട്ട് ആവാനും സാധ്യത. നിങ്ങൾ നേരത്തെ പറഞ്ഞത് നിങ്ങൾ അതുവരെ കടക്കൂല. 3 ചോദ്യങ്ങൾ, അതിൽ 2 ചോദ്യമെങ്കിലും ഒരു ടീം ആൻസർ ചെയ്തിരിക്കും. അപ്പോ 2 ഞങ്ങൾ ഇപ്പോഴേ പോയേക്കാം. ഞങ്ങൾ അപമാനിക്കണ്ട. ഇല്ല, 3 ചോദ്യങ്ങൾ 2 ഉത്തരമെങ്കിലും ഒരു ടീം പറഞ്ഞിരിക്കണം. ഞങ്ങൾക്ക് ആദ്യം ഉണ്ട്. അത് കഴിഞ്ഞ് ടാസ്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് അവിടെയുള്ള സ്പെഷ്യൽ ഗിഫ്റ്റ്, അത് വലിയ ഗിഫ്റ്റ് ആയിരിക്കും. ആ ഗിഫ്റ്റ് നിങ്ങൾ സ്വന്തമാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെഗാ പ്രൈസ് റൗണ്ടിലോട്ട് കടക്കാം. ആ മെഗാ പ്രൈസ് റൗണ്ട്, അതായത് 5ാമത്തെ റൗണ്ടിൽ കാറ് അല്ലെങ്കിൽ സ്കൂട്ടർ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഒരു മിനിറ്റ്, ഞാൻ സംശയം വെച്ചോട്ടെ. ഇത് ഞങ്ങൾ കടക്കൂലല്ലോ അല്ലേ? നിങ്ങൾ ഉത്തരം പറഞ്ഞ കടക്കും. ഓക്കെ, റെഡി. ക്വസ്റ്റ്യൻ നമ്പർ 1. ഹാൻഡ്സ് ഓൺ ദ ബസർ. റെഡി. വർഷം തോറും എത്ര വിഷയങ്ങൾക്കാണ് നോബൽ പുരസ്കാരം നൽകുന്നത്? നോബൽ പ്രൈസ് നൽകുന്നത് എത്ര വിഷയങ്ങൾക്കാണ്? നീ പ്രസിഡ, നീ ധൈര്യമുള്ള പ്രസിഡ. നീ ധൈര്യമുണ്ടോ? നിനക്ക് ധൈര്യമുണ്ടോ? ഇല്ല, നീ പ്രസിഡ. നീ എന്ത് വെള്ളം നോബൽ പ്രൈസ്. നോബൽ പ്രൈസ് ആലോചിച്ച് നോക്ക്, എത്ര വിഷയങ്ങളിലാണ് കൊടുക്കുന്നത്? ക്ലൂ ഉണ്ടോ? ക്ലൂ ഉണ്ട്. അത് ആലോചിച്ച് നോക്ക്. ചുമ്മാ ഒന്ന് എത്ര നോബൽ പ്രൈസ് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം സാഹിത്യത്തിന് കൊടുക്കാറുണ്ട് അല്ലേ, ശാസ്ത്രത്തിന്. ഓക്കെ, എത്ര എണ്ണം? 3. 7 സോറി, 7 3 4 പുള്ളി ചോദിക്കാൻ വന്നല്ലേ? കറക്റ്റ് അല്ലേ? പറ, ഉത്തരം പറ. സാഹിത്യം, സമാധാനം, ശാസ്ത്രം. ബാക്കി 4 നിങ്ങൾ അപ്പൊ 7 പറഞ്ഞു. ഞങ്ങൾക്ക് അറിയാവുന്നത് 3, പിന്നെ ഒരു 4 കൂടെ പറയലേ? 7ആണോ ഉത്തരം? 7 തെറ്റാണ്. ഞങ്ങൾ 7 പറഞ്ഞില്ലെങ്കിലോ? നിങ്ങള് പാസ് ചെയ്തു. അതിനോട് അടുത്തുള്ള ഒരു ഉത്തരമാവാം ചിലപ്പോ ശരിയായ ഉത്തരം. 5ആണോ ശരി ഉത്തരം? ഒന്ന് ആലോചിക്കൂ. അയ്യോ, 8 അല്ലാണ്ട് വേറെ ഉത്തരവുണ്ടോ? 9. വളരെ അടുത്താണ് ഉത്തരം. 5 വേണോ? 6 ഉറപ്പിക്കാവോ? ഉറപ്പല്ലേ? ഉത്തരം 6ആണ്. ശരിയാണ്. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.